ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത 15 മാർച്ച് 2026 വലിയ നോമ്പിലെ 5-ാമത്തെ ഞായറാഴ്ച, ഈ മാസത്തിലെ 15-ാമത്തെ ദിവസം, ഈ വർഷത്തിലെ 74-ാമത്തെ ദിവസം, വലിയ നോമ്പിലെ 29-ാമത്തെ ദിവസം, കൂനിയായ സ്ത്രീയെ സുഖപ്പെടുത്തുന്ന ഞായറാഴ്ച, ആരാധന വർഷത്തിലെ 20-ാമത്തെ ഞായറാഴ്ചയാണ് ഇന്നത്തെ ഞായറാഴ്ച. ഇന്ന് വിശുദ്ധ കുർബാനയിൽ എവൻഗലിയോൻ മെഷയിൽ നാം വായിച്ചു കേൾക്കുന്നതായ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എവൻഗലിയോസ്തായുടെ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വേദഭാഗം ആണ്. 18 സംവത്സരമായി ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. വൈദ്യനായി ലൂക്കോസ് എവൻഗലിയോസ്തൻ വളരെ കൃത്യമായ ഒരു വിവരണമാണ് ഈ സ്ത്രീയെക്കുറിച്ച് നൽകുന്നത്. യേശു അവളെ കണ്ട് അടുക്ക വിളിച്ചു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയതായി നാം ഈ തിരുവചനത്തിലൂടെ വായിക്കുന്നുണ്ട്. ഈ സ്ത്രീയെക്കുറിച്ച് വളരെ സുന്ദരമായ ഒരു കഥയുണ്ട് എന്ന് വേദപണ്ഡിതന്മാർ എഴുതിയിരിക്കുന്നു. തൻ്റെ ഭവനത്തിൽ നിന്നും യെരുശലേം ദേവാലയത്തിലേക്ക് യാത്ര തിരിച്ച ഈ സ്ത്രീ നടക്കുന്നത് 2 കൈകളും തൻ്റെ മുട്ടുകളിൽ താങ്ങിയാണ്. ഒട്ടും തന്നെ നിവരാൻ സാധിക്കാത്ത ഈ സ്ത്രീ തനിക്ക് പരിചയമുള്ള ഈ വഴിയെ അല്ലാതെ ദേവാലയത്തിലേക്ക് പോകുവാൻ അറിയില്ല. യാത്രയിൽ കുറേ ആളുകളെ അവൾ കാണുകയുണ്ടായി. അവരുടെ സംസാരം അവൾ ശ്രദ്ധിച്ചു. അവർ യെരുശലേം ദേവാലയത്തെക്കുറിച്ചും യേശുവിനെക്കുറിച്ചും ഒക്കെ സംസാരിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്നതായി അവൾക്ക് മനസ്സിലായി. അവരോട് ഈ സ്ത്രീ ചോദിക്കുന്നു, ഇന്ന് ദേവാലയത്തിൽ ആ നസറേത്തുകാരനായ പയ്യൻ വരുമോ? അവരിൽ ഒരാൾ പറഞ്ഞു, ഇന്ന് വരുമെന്ന് ആണ് അറിയാൻ സാധിച്ചത് എന്ന്. ആ മനുഷ്യർ പിന്നെയും ഈ സ്ത്രീയോട് ചോദിച്ചു, എന്താണ് അമ്മ, സൗഖ്യം പ്രാപിക്കാനാണോ ദേവാലയത്തിലേക്ക് പോകുന്നത് എന്ന് ചോദിച്ചു. അവൾ മറുപടിയായി പറഞ്ഞത് വളരെ ആശ്ചര്യജനകമായ ഒരു കാര്യമാണ്. ഈ കൂന് എനിക്ക് ഒരു അനുഗ്രഹമാണ്. കാരണം എനിക്ക് ഉറപ്പുണ്ട്, സർവശക്തനായ ദൈവം എന്നോടൊപ്പമുണ്ട് എന്ന്. ആയതിനാൽ ആണ് ഞാൻ അവൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് എല്ലാ ശാബത്ത് ദിവസവും പോകുന്നത്. അവൻ തന്നിട്ടുള്ളതായ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നുമുണ്ട്. അവൾ ദേവാലയത്തിലെത്തി ഏറ്റവും പുറകിലുള്ള ഒരു കോണിൽ ഒറ്റയ്ക്ക് മാറി ഇരുന്നു. യേശു അവളെ കണ്ടിട്ട് അവളെ തൻ്റെ അടുക്കലേക്ക് വിളിച്ചു. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടതായ 3 കാര്യങ്ങൾ നമുക്ക് ഈ വേദഭാഗത്തിൽ നിന്നും മനസ്സിലാകുന്നുണ്ട്. ഒന്നാമത്തത്, ഈ കൂനിയായ സ്ത്രീയുടെ ഉറച്ച വിശ്വാസമാണ് നാം ഇവിടെ കാണുന്നത്. രണ്ടാമത്തത്, ദൈവത്തിൻ്റെ തൻ്റെ മക്കളോടുള്ള കരുണയാണ് നാം ഇവിടെ കാണുന്നത്. മൂന്നാമത്തത്, പരിസ്ഥിതി അനുസരിച്ച് നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട് എന്നാണ് നാം ഇവിടെ മനസ്സിലാക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കൂനിയായ സ്ത്രീയുടെ അചഞ്ചലമായ വിശ്വാസത്തെയാണ് നാം കണ്ട് പഠിക്കേണ്ടത്. അവൾക്കറിയാം ഒരുപാട് അനുഗ്രഹങ്ങൾ അവൾക്ക് ലഭിച്ചിട്ടുണ്ട്. ദൈവം അവളോടൊപ്പമുണ്ട്. അതോടൊപ്പം തന്നെ അവൾ സമയാസമയങ്ങളിൽ ദൈവത്തിന് ഹൃദയംഗമായി നന്ദി അറിയിക്കുന്നുമുണ്ട്. അതവൾക്ക് ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെയാണ് അവൾ അറിയിക്കുന്നത് എന്ന് അവൾക്ക് ഉറപ്പുണ്ട്. എന്നാൽ നമുക്ക് ലഭിച്ചിട്ടുള്ളതായ കൃപാവരങ്ങൾക്ക് വേണ്ടി നാം നന്ദി അർപ്പിക്കുന്നുണ്ടോ? സന്തോഷത്തോടു കൂടി അവനെ പാടി പുകഴ്ത്തുന്നുണ്ടോ എന്ന് നാം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തൻ്റെ മക്കളോടുള്ള കരുണയാണ് നാം ഇവിടെ കാണുന്നത്. മറ്റുള്ളവർ യേശുവിനോട് യാചിക്കുന്നതായി നാം കാണുന്നു. കാനാവിലെ കല്യാണത്തിന് കന്യമറിയാം തൻ്റെ മകനോട് അപേക്ഷിക്കുന്നതായി നാം കാണുന്നുണ്ട്. ആ കുഷ്ഠരോഗി അപേക്ഷിക്കുന്നത് ഇങ്ങനെയാണ്, യേശുവിനെ കണ്ടിട്ട് കവിഴ്ന്നു വീണ്, കർത്താവേ, നിനക്ക് മനസ്സുണ്ട് എങ്കിൽ എന്നെ സൗഖ്യമാക്കുവാൻ നിനക്ക് കഴിയും. പക്ഷപാത രോഗിയെ കൊണ്ടുവരുന്നവരുടെ വിശ്വാസം കണ്ടിട്ട് അവൻ കട്ടിലെടുത്തുകൊണ്ട് പോകത്തക്കവണ്ണം അവനെ സൗഖ്യമാക്കിയതായി നാം കാണുന്നു.
അടുത്തത് കനാന്യ സ്ത്രീ അവന്റെ പുറകെ ചെല്ലുകയാണ്. അവൻ സൗഖ്യമാക്കുവാൻ ആകുന്നില്ല. അവൾ തന്നെ താഴ്ത്തി അവനോട് യാചിക്കുന്നു. അവളുടെ മകൾ സൗഖ്യമാകുന്നു. ബെഥെസ്ദാ കുളത്തിനടുത്ത് 38 വർഷമായി കിടക്കുന്ന ആ രോഗിയെ അവനോട് ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവൻ കിടക്കെടുത്തുകൊണ്ട് പോകത്തോകണം അവനെ സൗഖ്യമാക്കി. അതുപോലെ അനേകം രോഗികളുടെ യാചനയിൽ അവരെ സൗഖ്യമാക്കുന്നതായി നമുക്ക് കാണാം. ഇവിടെ യേശു അവളെ തൻ്റെ അടുക്കളയിലേക്ക് വിളിച്ച് സൗഖ്യമാക്കുകയാണ്. കാരണം ആ സ്ത്രീക്ക് ഉറപ്പുണ്ട്, ഞാൻ എൻ്റെ ദൈവത്തിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടിയാണ് സേവിക്കുന്നത്. എല്ലാറ്റിനും അവൾ നന്ദി പറയുന്നുണ്ട്. അവൾക്ക് ഇതേവരെ കിട്ടിയിട്ടുള്ളതായ എല്ലാ കൃപാവരങ്ങൾക്ക് വേണ്ടിയും അവൾ വളരെ നന്ദിയുള്ളവളാണ്, സ്തോത്രം അർപ്പിക്കുന്നവളാണ്. എന്നാൽ നമ്മളെ ഒന്ന് നോക്കുക, നമ്മൾക്ക് കിട്ടുന്നതായ ഈ അനുഗ്രഹങ്ങൾക്കൊക്കെയും നമ്മൾ എന്തുമാത്രം സ്തോത്രവും നന്ദിയും അറിയിക്കുന്നുണ്ട് എന്ന് നാം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിൽ വിശ്വസിച്ച് അവനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നവനെ ദൈവം തിരിച്ചറിഞ്ഞ് അവന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും എന്ന് നാം ഈ വേദഭാഗത്തിൽ നിന്നും കാണുന്നു, മനസ്സിലാക്കുന്നു, നാം അറിയേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് പരിസ്ഥിതി അനുസരിച്ച് നിയമപാലനം വേണമെന്ന് നാം ഇവിടെ കാണുന്നുണ്ട്. അനുകമ്പയുടെ പ്രവർത്തനങ്ങളെ തടയുന്നതിനായിട്ടല്ല സാബത്ത് എന്ന് കർത്താവ് വ്യക്തമാക്കുന്നുണ്ട്. തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിക്കുക എന്നതാണ് യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തി എന്നത് നാം കാണുന്നുണ്ട്. ലൂക്കോസ് എവൻഗേലിസ്തയുടെ സുവിശേഷം 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, അവൻ വളർന്ന നസറേത്തിൽ വന്നു, ശബ്ബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യിയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതരെ വിടുവിപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം അവൻ കണ്ടു. അത് വായിച്ച് എല്ലാവരെയും കേൾപ്പിച്ചു. ഇതിനുശേഷം അവൻ ഇരുന്നു. മഹത്വമുള്ളവനായ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വേദഭാഗം നാം കാണുമ്പോൾ അതിൽ പ്രകാരം അതായത് ഏതാണ്ട് 6 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ വേദഭാഗം കൂടെ നമുക്കൊന്ന് നോക്കാം. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ മഹത്വീകരിക്കപ്പെടേണ്ടതിന് അവർ നീതി വൃക്ഷങ്ങൾ എന്നും യഹോവയുടെ നടുതല എന്നും പേരാകും എന്ന് ഈ വേദഭാഗം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. പള്ളിപ്രമാണികളോട് യേശു പറയുന്നത്, കപടഭക്തിക്കാരെ, നിങ്ങൾക്ക് ഈ മനുഷ്യർക്ക് മൃഗങ്ങളുടെയെങ്കിലും വില കൽപ്പിച്ചുകൂടെ എന്നാണ് പറയുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടതായ 2 കാര്യങ്ങളുണ്ട്. കർത്താവിൻ്റെ സൗഖ്യമാനം ഭൂമിയിൽ ദൈവരാജ്യത്തിൻ്റെ മഹിമയും നമ്മെ ബോധ്യപ്പെടുത്തുന്നു. രണ്ടാമത്തത്, കൂനിയെങ്കിലും ആരാധനയിൽ നിന്ന് അകലാതിരിക്കുന്ന അബ്രഹാമിൻ്റെ മകളെ ആണ് നാം ഇവിടെ കാണുന്നത്. നാം ഇന്ന് കണ്ടതായ 3 കാര്യങ്ങളാണ് നാം ഇവിടെ ഇന്ന് കണ്ടത്. ഒന്നാമത്തത് ഈ കൂനിയായ സ്ത്രീയുടെ ഉറച്ച വിശ്വാസമാണ് നാം ഇവിടെ കാണുന്നത്. രണ്ടാമത്തത് തൻ്റെ മക്കളോടുള്ള കരുണയാണ് നാം ഇവിടെ കാണുന്നത്. മൂന്നാമത്തത് പരിസ്ഥിതി അനുസരിച്ച് നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നാം ഇവിടെ കാണുന്നത്. ഈ വലിയ നോമ്പിൻ്റെ ഈ 5ാമത്തെ ഞായറാഴ്ചയായ ഇന്ന് നാം നമ്മളെ തന്നെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നുവെങ്കിൽ
ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും എന്നതിന് രണ്ട് അഭിപ്രായം ഉണ്ടാകുകയില്ല. ഇന്നേവരെ നാം എങ്ങനെ നോമ്പ് നോക്കി എന്നുള്ളതല്ല, ഇനി ബാക്കിയുള്ള ദിവസം നമ്മൾ എങ്ങനെയാണ് നോമ്പ് ആചരിക്കേണ്ടത് എന്ന് നാം കൃത്യമായി മനസ്സിലാക്കി നമ്മുടെ പിതാക്കന്മാർ നമ്മോട് പറഞ്ഞതനുസരിച്ച് നാം പ്രവർത്തിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. നല്ല ഒരു ഞായറാഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.